ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. പായ്ത്താരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കോട്ടക്കൽ വിജയരാഘവൻ, പൂക്കാട്ടിരി വിജയരാഘവൻ എന്ന കലാകാരനെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രശസ്തനായ കഥകളി നടൻ കോട്ടക്കൽ CM ഉണ്ണികൃഷ്ണൻ. കോട്ടക്കൽ വിജയരാഘവൻ അതിപ്രശസ്തനായ ഒരു തായമ്പക വിദഗ്ധൻ്റെ മകനാണ്. പൂക്കാട്ടിരി ദിവാകര പൊതുവാൾ എന്ന തായമ്പകയിലെ എക്കാലത്തെയും ഉയർന്ന അമർന്ന ശുദ്ധമായ പൊട്ടിൻ്റെ ഉടമയായ പൂക്കാട്ടിരി ദിവാകര പൊതുവാളുടെ പ്രിയ പുത്രൻ കോട്ടക്കൽ വിജയരാഘവൻ. അദ്ദേഹം തായമ്പകയും കോട്ടക്കൽ PSC നാട്യസംഘത്തിൽ ചേർന്ന് കഥകളിക്കൊട്ടും പഠിച്ച് ഇപ്പോൾ സമാന്തരമായി രണ്ടും ഒരേപോലെ അരങ്ങിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഒരു കലാകാരനാണ്. കോട്ടക്കൽ നാട്യസംഘത്തിൻ്റെ കഥകളിയിലുള്ള ചിട്ടകൾ അണുവിട വ്യതിചലിക്കാതെ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ഒപ്പം തൻ്റെ അച്ഛൻ്റെ തായമ്പകയിലുള്ള മാതൃകകൾ പിന്തുടർന്നുകൊണ്ട് തൻ്റേതായ ശൈലിയിലൂടെ അരങ്ങിൽ തായമ്പക അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കലാകാരനാണ്. രണ്ട് മേഖലയിലും അദ്ദേഹത്തിന് അതിൻ്റേതായ തൻ്റെ പ്രശസ്തി നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മേഖലയിലെക്കുറിച്ച്, തൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, കൊട്ടിൻ്റെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും വളരേണ്ടതുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഉത്തരം കിട്ടുന്നതിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് സഹൃദയനായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശസ്തനായ കഥകളി നടൻ കോട്ടക്കൽ CM ഉണ്ണികൃഷ്ണൻ. കഥകളി വേഷത്തിൽ സ്ത്രീവേഷവും പച്ചവേഷവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന നടനാണ് ഉണ്ണികൃഷ്ണൻ. വളരെ തന്മയത്വത്തോടു കൂടി കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആസ്വാദകരുടെ മനം കവരാൻ ഉണ്ണികൃഷ്ണന് തൻ്റെ വേഷത്തിൻ്റെ ഭംഗി കൊണ്ടും അതിൻ്റെ അവതരണങ്ങൾ കൊണ്ടും സാധിച്ചിട്ടുണ്ട് എന്നത് പറയാതെ വയ്യ. കഥകളി വേഷത്തോടൊപ്പം വാദ്യത്തോടും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അദ്ദേഹം തായമ്പക പഠിച്ച് അരങ്ങേറിയിട്ടുണ്ട്. പുറപ്പാട് മേളപ്പദം അതിൻ്റെ പരിശീലനത്തിലോ അല്ലെങ്കിൽ പ്രയോഗത്തിലോ ഒക്കെയാണ്. എങ്ങനെയും കൊട്ടിനോട് താല്പര്യമുണ്ട് ഈ ഉണ്ണികൃഷ്ണന്. ഒരു തരത്തിൽ പറഞ്ഞാൽ വിജയരാഘവൻ്റെ ശിഷ്യസ്ഥാനം കൂടി ഉണ്ണികൃഷ്ണനുണ്ട്. എങ്ങനെയും ഈ രണ്ട് പേരുടെയും വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാം. വളരെ ആദരവോടുകൂടി ഈ കലാകാരന്മാരെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ഇത് കേൾക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. കളിമേള സഞ്ചാരം എന്ന ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ ചെയ്തു വരുന്ന കുറച്ച് കാലങ്ങളായിട്ട് അത് ഈ കാലത്തേക്കല്ല എന്നതിലുപരി വരും തലമുറയിൽ കഥകളി പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, പ്രയോക്താക്കളായിക്കോട്ടെ, കഥകളി ആസ്വാദകരായിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ഉള്ള ഒരു ഡിജിറ്റൽ പാഠപുസ്തകം എന്നത് തന്നെയാണ് കളിമേള സഞ്ചാരം. ആ പാഠപുസ്തകത്തിലെ ഒരു പാഠഭാഗമായിട്ടാണ് വായ്ത്താരിയെ ഞാൻ കാണുന്നത്. വായ്ത്താരിയിൽ
പ്രധാനപ്പെട്ട കഥകളി മേള വിഭാഗത്തിലെ ആൾക്കാരുടെ അവരുടെ അനുഭവ സമ്പത്തുകൾ ശേഖരിക്കുക എന്നതാണ് ഉദ്ദേശം. ഇന്ന് നമ്മളോടൊപ്പം വായ്ത്താരിയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത തായമ്പക കലാകാരൻ അതുല്യനായ ശ്രീ പൂക്കാട്ടിരി ദിവാകര പൊതുവാളുടെ അദ്ദേഹത്തിൻ്റെ പുത്രനായ ശ്രീ പൂക്കാട്ടിരി വിജയരാഘവനാണ്. കുറച്ച് എന്നെ ചെണ്ടയുടെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു എന്നതുകൊണ്ട് ഒരു ഗുരുസ്ഥാനീയനും കൂടിയാണ്. ഞാൻ വിജയരാഘവേട്ടൻ എന്നാണ് സംബോധന ചെയ്യാറ്. അപ്പോൾ ആ വിജയരാഘവൻ എന്ന പൂക്കാട്ടിരി വിജയരാഘവനെ ഈ വായ്ത്താരിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വിജയേട്ടൻ്റെ ജനനം ഒരു 10 വയസ്സ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച വലിയ സന്തോഷം. ഞാൻ ജനിച്ചത് തൃശ്ശൂരിനടുത്തുള്ള തൃക്കൂർ എന്നൊരു ഗ്രാമത്തിലാണ്. വളരെ കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പൂക്കാട്ടിരിയിലേക്ക് പോന്നു. അവിടെ അച്ഛൻ, അമ്മ, ഞാൻ, ജ്യേഷ്ഠൻ ഇങ്ങനെ 4 പേരാണ് അവിടെ താമസിച്ചിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന കാലത്ത് തന്നെ അവിടെ ചെണ്ട, കല്ല്, മുട്ടി ഇങ്ങനെ പഠിക്കാൻ ആൾക്കാർ ധാരാളം വരും. പഠിപ്പിക്കാൻ അച്ഛനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു വാസു, നാരായണൻ എന്ന് പറഞ്ഞിട്ട് 2 ആൾക്കാർ, അവർ വാദ്യ കലാകാരന്മാർ തന്നെയാണ്. അവർ ഞങ്ങൾ കുളിക്കാൻ പോകുന്ന സമയത്ത് പഠിക്കില്ലേ, കൊട്ട് പഠിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അച്ഛന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഒന്ന് പോയി പറയൂ അച്ഛനോട്, എന്നാലേ അച്ഛൻ ഞങ്ങളെ പഠിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവരെന്നെ അച്ഛൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രമേ വന്നുള്ളൂ, ഏട്ടനായിരുന്നു ഒഴിഞ്ഞു. ഞാൻ മാത്രമേ ഇതിൽ പെട്ടുള്ളൂ എന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ച് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവും എന്നൊരു സംശയമൊക്കെ തോന്നി. അപ്പോഴേക്കും ആൾക്കാരില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണോ എന്നറിയാൻ വേണ്ടി അച്ഛൻ തുപ്രംകോട് പരമേശ്വരേട്ടൻ, പിന്നെ നമ്മുടെ ശ്രീവത്സൻ എന്ന് പറയും അങ്ങാടിപ്പുറത്ത്, അപ്പോൾ അനിയൻ എന്നാണ് വിളിക്കുക. ഇങ്ങനെ 2 പേര് അവിടെ പഠിക്കാൻ വന്നു. അപ്പോൾ ഞാനും അതിൻ്റെ കൂടെ പഠിക്കാൻ ചേർന്നു. അങ്ങനൊരു 4ാം കാലം വരെ തായമ്പക, 4ാം കാലം വരെ അവിടെ പൂക്കാട്ടിരി നമ്മുടെ തറവാട്ടിൽ പഠിച്ചു. 4ാം ക്ലാസ് വരെ ഞാൻ പൂക്കാട്ടിരി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ചില ബുദ്ധിമുട്ടുകളോടുകൂടി അച്ഛന് തൃക്കൂരിലേക്ക് മാറേണ്ടി വന്നു. താമസം തന്നെ ഞങ്ങളെല്ലാവരും തൃക്കൂരിലേക്ക് മാറി. ഞാൻ മാറിയത് തുപ്രംകോട്ടയ്ക്കാണ്. തൃപ്രങ്ങോട്ടേക്ക് മതി. അതായത് പരമേശ്വരേട്ടൻ പറഞ്ഞു, എന്നാൽ അനിയൻ എന്നാണ് വിളിക്കുക, അനിയനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, തുപ്രംകോട്ടയ്ക്ക് കൊണ്ടുപോയിക്കോളാം. അവിടെ നിന്ന് തായമ്പക ചില അടിയന്തര ഭാഗങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു അച്ഛനോട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അത് വേണോ, ഞാൻ കൊണ്ടുപോയില്ലേ നല്ലതെന്ന് വെച്ചു. അല്ല, ഞാൻ കൊണ്ടുപോയി പഠിപ്പിക്കാം. എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് കുട്ടികളെ അച്ഛന്മാർ പഠിപ്പിച്ചാൽ നേരെ വലിയ എന്നൊരു പൊതുവേ ഒരു സംസാരമുണ്ട്. അപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ എൻ്റെ 4ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഇതൊക്കെ മേടിച്ച് ഞാൻ നേരെ തൃപ്രംകോട്ടയ്ക്ക് പോയി. അച്ഛനും അമ്മയും ഏട്ടനും കൂടി തൃക്കൂരിലേക്കും പോയി. അവിടെ ചെന്ന് ഗുരുകുല സമ്പ്രദായത്തിൽ തന്നെ തായമ്പക തുടങ്ങി. അച്ഛൻ്റെ ഈ വഴി തന്നെ 4ാം കാലം, അത് നമ്മുടെ ഒരു ശൈലിയാണ്, വലമക്കായി ശൈലി എന്ന് പറഞ്ഞിട്ട്. അതിന് 4ാം കാലത്തിന് തുടർന്ന് പോയി. അവിടുന്ന് അടിയന്തര ഭാഗങ്ങൾ, കുറച്ച് പാണി, തുപ്രംകോട് അമ്പലത്തിലെ അടിയന്തരങ്ങളിൽ കുറച്ച് ദീപാരാധന, അതൊക്കെ ആദ്യം തായമ്പക കഴിയണതിൻ്റെ മുമ്പ് തന്നെ ഈ അടിയന്തര ഭാഗം, ഈ തായമ്പക എന്ന് പറഞ്ഞാൽ തായമ്പയുടെ പകുതി കഷ്ണങ്ങളാണ് മുറുക്കി കൊട്ട, അതാണ് ദീപാരാധനയ്ക്ക്. അത് കുറച്ച് പഠിച്ചു. പിന്നെ പാണി, ശിവേലി ഭാഗങ്ങളൊക്കെ കുറച്ച് പഠിച്ചു. അങ്ങനെയാണ് അരങ്ങേറ്റം ഉണ്ടായത്. തൃപ്രങ്ങോട് അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ അരങ്ങേറ്റം ഉണ്ടായത്. അത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തായമ്പക അരങ്ങേറ്റം. പിന്നെ അച്ഛനും ഇവരൊക്കെ വന്നിരുന്നു. പിന്നെ അല്ല, തൃപ്രങ്ങോട് കുറച്ച് കാലം ഉണ്ടാകുമ്പോഴും അച്ഛനെ കാണാൻ പോക്ക് വരവ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതൊന്നുമില്ല. അതാണ് ഏറെ ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീട്ടിലേക്ക് പോകാനുള്ള അനുവാദമില്ല. അഥവാ വെക്കേഷൻ കാലത്ത് ഇപ്പോൾ ഓണത്തിനും 2 മാസം ഏപ്രിൽ മെയ് ആണ് വെക്കേഷൻ ഉണ്ടാകും. 3-4 ദിവസമേ നമ്മളെ ഇവിടുന്ന് തൃക്കൂരിലേക്ക് വിടുള്ളൂ. വെച്ചാൽ ഗുരുകുല സമ്പ്രദായം അന്ന് പറയുകയാണോ ഇന്നത്തെ ഇതാണോന്ന് അറിയില്ല. ഇവിടെ അമ്പലത്തിൽ അടിയന്തരമുണ്ട്, ഇവിടെ തിരിച്ചെത്തണം, അതിൻ്റേതായിരിക്കും ചിലപ്പോൾ. കാരണം തുടർന്ന് കൊട്ടുകൊണ്ട് കൊട്ടും ഒരു ഇതും വിടില്ല. സാധകം രാവിലെ 10 മണിക്ക് ക്ലാസ്, അത് കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്ക്, അത് കഴിഞ്ഞാൽ ഒരു 5:30 ആകുമ്പോൾ ആദ്യം
അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണോ 3 ദിവസം വിടുന്നതെന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഇതില്ല. കൂടെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ പഠിക്കാൻ? കൂടെ ഉണ്ടായിരുന്നു തുപ്രം. അവരൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോൾ? പിന്നെന്താ, നമ്മുടെ കടവല്ലൂർ മോഹൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, കൊട്ടാൻ നടക്കുന്നുണ്ട്. പിന്നെ ആറങ്ങോട്ടുകര ശിവൻ, അദ്ദേഹം ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മണി പറയും, പട്ടാമ്പിള്ളൊരു മണി, അങ്ങനെ കുറച്ച് പേര് വന്നു പോയിട്ടുണ്ട് പഠിക്കാൻ. അപ്പോൾ അടിസ്ഥാന തായമ്പക അല്ലാതെ മറ്റ് മുകളിലേക്കുള്ള തായമ്പകളൊക്കെ അവിടുന്ന് ഇല്ല, അടിസ്ഥാന തായമ്പക മാത്രമേ തുപ്രംകോട്ട് പഠിച്ചിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് അവിടുന്ന് മാറ്റം എങ്ങനെയാണ്? മാറ്റം ഉണ്ടായത് രസകരമായ സംഭവമാണ്. അതായത് അച്ഛൻ എന്താ പറയുക അല്ലെങ്കിൽ എന്താ കൊട്ടുക എന്ന് പറയാൻ പറ്റാത്ത പോലെയാണ്. ഒരു ദിവസം ഒരു 10 മണി 9:30 ആകുമ്പോൾ ശുഗവരൻ ദിലീപും തുപ്രംകോട്ടയ്ക്ക് വന്നു. അപ്പോൾ അനിയനെ അർജൻറ്റായിട്ട് കോട്ടയ്ക്കിലേക്ക് കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം അതറിയില്ല, ആശാൻ അങ്ങനെയാണ് പറഞ്ഞത്, അതെന്താ കാരണം എന്ന് ആശാനോട് ചോദിക്കുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കൊണ്ടക്കോളൂ പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നിട്ടല്ല? അച്ഛൻ വന്നിട്ടല്ല, അച്ഛൻ ശുഗവരൻ ദിലീപേട്ടനെ പറഞ്ഞേക്കുകയുണ്ടായത്. അങ്ങനെ കോട്ടയ്ക്കിൽ വന്നു. അപ്പോൾ ഇതെന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി തുപ്രംകോട്, ആ കുട്ടി വന്നിട്ടുണ്ട്, ഒരു നമ്പൂരി കുട്ടിയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഇൻ്റർവ്യൂ ആണെന്ന് മനസ്സിലായത്. കോട്ടയ്ക്കിൽ നാട്യസംഘത്തിൽ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിനവിടെ മറ്റേ രാഘവൻ സാറുണ്ട്, ചന്ദ്രശേഖരാശാനുണ്ട്, ഗോപിയാശാനുണ്ട്, ചണ്ടകൃഷ്ണൻകുട്ടിയാശാനുണ്ട്, നമ്മുടെ കോട്ടയ്ക്കിൽ രവിയേട്ടുണ്ട്, ബാലേട്ടുണ്ട്, പിന്നെ എല്ലാ വിഭാഗത്തിൻ്റെ ആൾക്കാർ തലവന്മാരവിടെ ഇൻ്റർവ്യൂവിന്. അതിപ്പോൾ നാട്യസംഘത്തിൻ്റെ ഒരു ശൈലി ഇപ്പോഴത്തെ തുടർന്ന് പോണ പോലെ തന്നെ. അപ്പോൾ എന്താ ചോദിക്കാന്ന് അറിയാണ്ട്, അപ്പോൾ അടന്തക്കൂറ് പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു. ഉണ്ട്, എന്നാൽ അതൊന്ന് കൊട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊട്ടി. അച്ഛനിപ്പോൾ എന്നാൽ വേണ്ട ഒരു എണ്ണം കൊട്ടിയാൽ മതി എന്ന് പറഞ്ഞു. എണ്ണം കൊട്ടി, നിർത്തിക്കോളൂ, ഒന്ന് അങ്ങോട്ടും കൂടെ ഒന്ന് നടന്നോളൂ പറഞ്ഞു. അപ്പോൾ വെറുതെ ഒന്ന് നോക്കി, അല്ല വെറുതെ നടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, അവിടെ വന്നു, പൊക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ സെലക്ഷൻ കിട്ടി, കാർഡ് തൃക്കൂർക്കാണ് പോയത്. അപ്പോൾ കാർഡും കൊണ്ട് പിന്നെ വന്നത് അച്ഛനാണ്. തുപ്രംകോട് നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നു. അങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ട് അവനെ ഞാൻ കൊണ്ടുപോവാണ് എന്ന് പറയലും അവിടുന്ന് സാധനം എടുത്ത് പോരലും കഴിഞ്ഞു. അച്ഛൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. വാർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പരമേട്ടൻ്റെ ഗുരുനാഥനാണ്, അതുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടില്ല. ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഇവിടെ നേരെ വന്നിരുന്ന് നേരെ പോയത് കുഞ്ഞിരാമൻ്റെ റൂമിലാണ്. കുഞ്ഞിരാമൻ്റെ റൂമിൽ പോയിരുന്നു. അപ്പോഴേക്കും ഇവിടെ മേക്കരാശൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നോളൂ, 2 ദിവസം കഴിയുമ്പോഴേക്കും കുട്ടികളൊക്കെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ തൃപ്രങ്ങോട് ഉള്ള കാലയളവിൽ അച്ഛൻ്റെ തായമ്പകകൾ കണ്ടിട്ടുണ്ടോ? അച്ഛൻ്റെ തായമ്പക കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ആ പ്രായത്തിൽ? പിന്നെ ആ പ്രായത്തിലല്ല, അല്ല തൃപ്രങ്ങോട് നിന്ന് വിടാറില്ല എന്ന് പറഞ്ഞ സമയത്തും? വിടാറില്ല. അച്ഛൻ്റെ തായമ്പകളുള്ള സ്ഥലത്തേക്ക് പോകാൻ സമ്മതിക്കും. തായമ്പ കഴിഞ്ഞാൽ തിരിച്ചവിടെ തന്നെ ഉള്ളൂ. അച്ഛനായിട്ട് ആശയവിനിമയം ഇല്ല, വളരെ കമ്മിയാണ്. അപ്പോൾ കോട്ടയ്ക്കൽ വന്നാലും അവിടുത്തെ സമ്പ്രദായം അതേപോലെ തന്നെയാണല്ലോ? അതേപോലെ തന്നെയാണ്. പക്ഷേ അച്ഛനെ ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ എന്താണ് തിരിച്ചു പറയുക എന്നുള്ളത് ചിലപ്പോൾ ഒന്നും പറയില്ല. നമ്മളാ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അപ്പോഴത്തെ ഇതനുസരിച്ച് വേണം പറയാൻ. അപ്പോൾ കോട്ടയ്ക്കലേക്ക് വരുമ്പോൾ അച്ഛൻ മുമ്പ് അവിടെ പഠിച്ചിരുന്നു നമ്മൾ കേട്ടിരുന്നില്ല. അത് കോട്ടയ്ക്കൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ആശാൻ കൃഷ്ണകുട്ടിയാശാൻ പറഞ്ഞിരുന്നത് അച്ഛൻ ഇവിടെ പഠിച്ചിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് ഇത് കഴിഞ്ഞിട്ട് കോട്ടയ്ക്കൽ പഠിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛനോട് ചോദിച്ചു. ഞാൻ കുറച്ച് നാളുണ്ടായിരുന്നു. ആരാ പഠിപ്പിച്ചത്? അവിടെ കുട്ടമാരാശാൻ ഉണ്ടായിരുന്നു. കുട്ടമാരാശാൻ്റെ കീഴിലാണ് അച്ഛൻ പഠിച്ചത്. ആശാൻ എപ്പോഴെങ്കിലും വരുള്ളൂ, കൃഷ്ണകുട്ടിയാശാനാവും അധികം. പിന്നെ ഒപ്പം തൃത്താല കേശവനും. ഏത് കൃഷ്ണകുട്ടിയാശാൻ? നമ്മുടെ ഇപ്പോഴത്തെ ചണ്ട അദ്ദേഹം, നമ്മുടെ എൻ്റെയൊക്കെ ആശാൻ ഗുരുനാഥനായിട്ടുള്ള കൃഷ്ണകുട്ടിയാശാൻ. അല്ല, ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അച്ഛൻ കൃഷ്ണൻകുട്ടി എന്നാണ് വിളിക്കണ കേട്ടിട്ടില്ല. അത് അച്ഛൻ ബഹുമാനപൂർവ്വമാണ്, 2 പേർക്കും ഒരു പ്രായമാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നത്. പക്ഷേ കൃഷ്ണകുട്ടിയാശാൻ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി എന്നാണ് കൃഷ്ണകുട്ടിയാശാൻ പറഞ്ഞിരുന്നത്. എന്നാലും അച്ഛൻ ചിലപ്പോൾ ആശാൻ എന്നാണ് വിളിക്കുക. ഇടയ്ക്ക് ആശാൻ വിളിക്കാറുണ്ട്. കേട്ടിരിക്കുന്നത് മുഴുവൻ ഞാൻ കുറച്ച് അവസാന കാലത്താണ് അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കൃഷ്ണകുട്ടി എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്, കൃഷ്ണകുട്ടി ആശാൻ എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അധികം ആശാൻ എന്ന് മാത്രമേ വിളിക്കുന്നത് കേട്ടിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അച്ഛൻ പഠിച്ച കളരിയിൽ തന്നെ പഠനം തുടങ്ങി. എങ്ങനെ കൃഷ്ണൻകുട്ടി ആശാൻ്റെ ഒരു ക്ലാസ്സിൻ്റെ രീതികൾ? ആശാൻ്റെ ചെറുതായിട്ടെങ്കിലും നമുക്കൊന്ന്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ആശാൻ രാവിലെ 4 മണിക്ക് തന്നെ എത്തും.
പിന്നെ 8:30 തുടങ്ങിയാൽ 8:30 തന്നെ വരും. 4 മണിക്ക് 3:30 തുടങ്ങിയാൽ 3:30 തന്നെ വരും. 5:30 ക്ലാസ് തുടങ്ങിയാൽ അപ്പോൾ ആശാൻ എല്ലാ ക്ലാസ്സിനും ആശാൻ അന്ന് അറ്റൻഡാണ്. കാരണം ലീവ് എന്ന് പറയുന്നത് ആശാൻ എടുക്കില്ല. ഇനി അഥവാ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ക്ലാസ് ഇല്ലാത്ത സമയത്ത് കളിക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ആ സമയത്ത് ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് മാത്രമേ ആശാൻ ലീവ് എടുക്കാറുള്ളൂ. അതുവരെ ആശാൻ ലീവ് എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് എൻ്റെ ആശാൻ കൃഷ്ണൻകുട്ടി ആശാൻ തന്നെയാണ്. അതെ, കൃഷ്ണൻകുട്ടി ആശാനെ നമ്മൾ കാണുന്നത് തന്നെ എണ്ണങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ഒരു ആശാനാണ്. ആശാൻ നടക്കുമ്പോഴും ഒക്കെ എണ്ണങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾ ആ മെസ്സിൽ കൂടെയൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ചും ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ, ആ സമയത്ത് ആശാമാരും തന്നെ പറയണം. എൻ്റെ കൂടെ പ്രസാദേട്ടുണ്ട്, പരമണ്ണ ശശിയേട്ടുണ്ട്, പിന്നെ മടിയൻ രാധാകൃഷ്ണൻ എന്ന് പറയും, അദ്ദേഹമുണ്ട്, ചൊവ്വല്ലൂർ മോഹനൻ, പിന്നെ അങ്ങനെ അനവധി ആൾക്കാർ ആ സമയത്ത് ഇങ്ങനെ വന്നു പോകും. ഗുരുവായൂർ ജയപ്രകാശ്, അദ്ദേഹമൊക്കെ ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഇവരൊക്കെ സാധാകാലമാകുമ്പോൾ, കാരണം ജൂലൈ അവസാനമൊക്കെ ആകുമ്പോഴേക്കാണ് തുടങ്ങുക. മഴ കണക്കാക്കിയിട്ടാണ് ഏകദേശം തുടങ്ങുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഉണ്ടാവും സാധകത്തിന്. ഈ കളിക്കൊട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തായമ്പക വിട്ടോ? തായമ്പക വിട്ടില്ല. തായമ്പക ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തായമ്പികയാണ്. അതെന്താ കാരണം വെച്ചാൽ ഞാൻ ആദ്യം പഠിച്ചത് തായമ്പികയാണ്. എന്നോട് പല ആദ്യം പഠിച്ചത് കൊണ്ട് മാത്രം ഇഷ്ടമാണോ, അല്ല തായമ്പകയോട് പ്രത്യേക ഇഷ്ടം? തായമ്പകയോട് പ്രത്യേക ഇഷ്ടമുണ്ട്. കളിക്കൊട്ടിൽ വരുന്ന ഓരോ സംഗതികൾ, ഇപ്പോൾ ദ്രികടകതരകം, നഗതരകം, ഇന്നതരകം, ഇതൊക്കെ തായമ്പികയിൽ വരുന്ന സാധനങ്ങളാണ്. അല്ലെങ്കിൽ ആ ഗണപതി കൈ എന്നുള്ള ഗണപതി കൈയോടുള്ള സാധനങ്ങളാണ് മുറിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടാണ് കൊട്ടുന്നത്. അപ്പം ആദ്യം തായമ്പക പഠിച്ചതുകൊണ്ട് ഈ കളിക്കൊട്ട് പഠിക്കാൻ എന്തെങ്കിലും ഉപകാരമായിട്ടുണ്ട്? എന്താ, വളരെ ഉപകാരമല്ലേ. ഇതിലത്തെ എണ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കളിക്കൊട്ടിലും നഗതരകം, ഗിന്നകതരകം എന്നൊക്കെ കൊട്ടുന്നത്. കളിക്കൊട്ടിൽ ഇപ്പോൾ ഗിന്നകതരകം, ഡൂറിനകതരകം, ദ്രികടകതരകം, ഡെഡൂറെന്നും ഡെഡൂറെന്നും വരുന്നതൊക്കെ ഈ തായമ്പയിൽ വരുന്ന സാധനങ്ങളാണ്. അത് ഇതിപ്പോൾ ആട്ട സമ്പ്രദായമാണോ കൊട്ടിയത്? ഇതിപ്പോൾ ആട്ട സമ്പ്രദായമാണ് കൊട്ടിയത്. അപ്പോൾ ഈ കൃഷ്ണകുട്ടിയാശാൻ പഠിപ്പിക്കുക, ഇപ്പോൾ കഥകളി കൊട്ടുകാരൻ പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ ഇപ്പോൾ രാവിലെ സാധകം, അത് കഴിഞ്ഞാൽ ചൊല്ലിയാട്ടം, അങ്ങനെ ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും ആ രീതിയിൽ തന്നെയാണ്. അല്ലാണ്ടൊരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാനുള്ള രീതികൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും സ്വന്തമായിട്ട്? ഇപ്പോൾ തായമ്പക അതിനിടയ്ക്ക് ആശാൻ പഠിപ്പിച്ചോളന്നില്ലല്ലോ, പഠിപ്പിക്കുന്നുണ്ടോ ആശാൻ? പിന്നെന്താ, ഇവിടെ വന്ന ഉടനെ ആശാൻ ആദ്യം തുടങ്ങിയത് തായമ്പോട്ടാനാണ് പറഞ്ഞത്. ഒരു 2 മാസത്തോളം ആ തായമ്പകയിൽ കിടന്ന് കളിക്കുകയായിരുന്നു. തായമ്പക ഞാൻ തുപ്പറംകോടുന്ന് ചെമ്പക്കൂറും അടന്തക്കൂറും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പഞ്ചാരി ചെമ്പിയും, അത് ഈ മലമക്കാവി ശൈലിയുടെ ഈ പ്രോക്താവിന് ഏറ്റവും അധികം പ്രയോഗിക്കാവുന്ന ഒരു ഇതാണ് പഞ്ചാരിക്കൂറും ചെമ്പക്കൂറും, അല്ലെങ്കിൽ ചെമ്പക്കൂറും പഞ്ചാരിക്കൂറും. ഇത് ഞാൻ കോട്ടയ്ക്കിൽ വന്നിട്ട് കൃഷ്ണൻകുട്ടിയാശാനാണ് എന്നെ ഈ പഞ്ചാരിയും ചെമ്പി പഠിപ്പിച്ചത് തായമ്പകയിൽ. അത് ആദ്യം മുതൽക്കന്നെ മാറ്റി, എണ്ണങ്ങൾ മുഴുവനും മാറ്റി. ഇപ്പോൾ മാറ്റാൻ പറ്റാത്ത എണ്ണങ്ങളുണ്ട്. നഗതരകം നക്കെണ്ണ മാറ്റാൻ പറ്റില്ല, ദ്രികടകതരകം മാറ്റാൻ പറ്റില്ല. അപ്പം ഒക്കെ മാറ്റിയെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ചിലത് ആശ വേണ്ട സാധനങ്ങൾ മുഴുവൻ മാറ്റി തായമ്പ കഴിഞ്ഞു. പിന്നെ തുടങ്ങിയത് കേളിയാണ്. കേളി അതിൻ്റെയാണ്, എന്നാലും കുറച്ച് മാറ്റങ്ങളുണ്ട്. എൻ്റെ ഒരു അലങ്കാര കൈ അത് വെച്ചിട്ട് കേളി മുഴുവൻ കഴിഞ്ഞു. അതിനുശേഷമാണ് കുറേശ്ശെ മേളപ്പദത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അത് നിറവിലുള്ള കാര്യങ്ങൾ. പിന്നെ ആശാൻ്റെ കുറച്ച് എണ്ണങ്ങളുണ്ട്. അത് നമ്മൾ കൊട്ടാൻ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കത് അരങ്ങേറ്റത് കൊട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അരങ്ങേറ്റത്തിനേക്കുള്ള തയ്യാറെടുപ്പാണ്. ഇതൊക്കെ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിലാണ്. ഒരു വർഷത്തിനുള്ളിൽ. അരങ്ങേറ്റം എന്തായിരുന്നു? അരങ്ങേറ്റം പുറപ്പാടും മേളപ്പതും. അരങ്ങേറ്റം സിംഗിൾ പുറപ്പാടും മേളപ്പതും. കൂടെ പാടിയിരുന്നതും കൊട്ടിയിരുന്നതും ആരൊക്കെയാണ്? കൂടെ പാടിയിരുന്നത് സുരേഷ്, നമ്മുടെ കൊട്ടക്കിൽ ഞങ്ങളുടെ ഒരു 5 അംഗ സംഘം എന്ന് പറയും. സുരേഷും വേങ്ങേരി നാരായണനുമാണ് അന്നത്തെ പാട്ടിലുണ്ടായിരുന്നത്. ചെണ്ടയ്ക്ക് ഞാൻ തന്നെയാണ്. മദ്ദളത്തിന് പ്രഹ്ലാദൻ എന്ന് പറയും, മരത്തങ്കോടുള്ള ഒരു മദ്ദളത്തിൻ്റെ ആളാണ്. അത് അദ്ദേഹം വിട്ടുപോയി. മേളപ്പദം വിശ്വംഭരൻ്റെ അമ്പലത്തിൽ അരങ്ങേറ്റം. അത് ശ്രാദ്ധക്കളിക്കാണ്. അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം വിശ്വംഭരൻ്റെ മുമ്പിൽ തന്നെ അരങ്ങേറ്റം കഴിക്കാനുള്ളൊരു പുറപ്പാടും മേളപ്പതും അത് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു.
തുടർന്ന് ഇങ്ങനെ നമ്മൾ കളരികളും ക്ലാസ്സുകളൊക്കെ ആയിട്ട് പോകണം. ഇതിനിടയിൽ മെയിനായിട്ട് ഇപ്പോൾ ഒരു പുറത്ത് ആ കാലത്ത് തായമ്പക കൊട്ടിയതും പിന്നെ അച്ഛൻ്റെ ഒപ്പം തായമ്പക കൊട്ടിയുണ്ടോ കളിക്കൊട്ട് കൊട്ടിയുണ്ടോ? ശരിക്കും പറയാച്ചാൽ അച്ഛൻ്റെ ഒപ്പം തായമ്പകയും കൊട്ടിയുണ്ട്, കളിക്കും കൊട്ടിയുണ്ട്. എത്ര? ഒരു കളിക്ക് മാത്രമേ അച്ഛൻ്റെ ഒപ്പം കൊട്ടിയിട്ടുള്ളൂ. അത് പച്ചായിലാണ്. നമ്മുടെ കളിക്കായിട്ട് ഒരു കിരാതം കഥയ്ക്കാണ് കൊട്ടിയത്. പിന്നെ തായമ്പക ഒരു വിപ്ലവ തായമ്പക തന്നെയായിരുന്നു എന്ന് പറയാം. അതായത് പൂക്കാട്ടിരി താലിപ്പിലി ദിവസം തായമ്പക അച്ഛൻ്റെയും മകൻ്റെയും വേണം എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാർ ഒരു സതീശനൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോഴും അദ്ദേഹം ആക്റ്റീവാണ്. അദ്ദേഹം ഒന്ന് തായമ്പക കൊട്ടണം, രണ്ടാളും കൂടി കൊട്ടണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ശരിയാവില്ല, അവൻ അത്ര ആയിട്ടില്ല, അവൻ ആവാറായി ഞാൻ പറയാം, അപ്പോൾ ഞാൻ കൊട്ടിക്കാം. ഏത് വർഷം അത്? അത് ഒരു 20-22 വർഷം മുമ്പാണ്. അതെ. അപ്പോൾ 22 വർഷം മുമ്പ് പറയുമ്പോൾ 2000-നോടനുബന്ധിച്ചാവും. 95-ൻ്റെയും 2000-ൻ്റെ ഇടയിലായിരിക്കും. ഓർമ്മയില്ല വർഷം കറക്റ്റായിട്ട്. ആ വർഷം ഓർമ്മയില്ല. അത് ഓർക്കാണ്ടിരിക്കാനുള്ള കാരണം ആ തായമ്പയെ കുറിച്ച് ഓർമ്മയില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അച്ഛൻ്റെ അനിയൻ്റെ ഒരു രാമനാഥപ്പോൾ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കും. അദ്ദേഹമൊക്കെ ഇടപെട്ട് എന്നാൽ കൊട്ടുക, എന്തായാലും കൊട്ടണം, നിർബന്ധമായി. ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് തായമ്പക തുടങ്ങുക അവിടെ. 2:30-3 ഇടയിൽ. ഈ 2 മണി വരെയും അച്ഛൻ ഇത് സമ്മതിച്ചിട്ടില്ല, കൊട്ടാൻ പറ്റില്ല, അവനായിട്ടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോഴേക്കും കമ്മിറ്റിക്കാരും ഇവരൊക്കെ കൂടി ദിവാരേട്ടാ അത് എങ്ങനെയെങ്കിലും അത് കൊട്ടണം, നമ്മൾ അനൗൺസ് ചെയ്ത് പോയി, അതിന് പേരും കൊടുത്തു. ഇപ്പോൾ കമ്മിറ്റിയുള്ള ആൾക്കാരും ജനങ്ങളൊക്കെ എന്താ പറയുക, എന്നാൽ നോക്കാം എന്നിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ആ തായമ്പ കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊക്കെ മൂപ്പര് ചിരിക്കാറില്ല. അച്ഛൻ്റെ തായമ്പ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയെന്ന് പറഞ്ഞ സംഭവമില്ല. ഇടയ്ക്കൊക്കെ മൂപ്പര് നോക്കി ചിരിച്ചിരുന്നു. അത് ഞാൻ കണ്ടു. ഞാനങ്ങോട്ട് നോക്കാൻ പോയിലേക്ക് പേടിയാണ്. അങ്ങനെ തായമ്പ കഴിഞ്ഞു, കുഴപ്പമില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. അപ്പോഴും അച്ഛൻ പെടുന്നിട്ട് അവനായിട്ടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ അതിനുശേഷം ഒരു 8-9 തായമ്പ അച്ഛൻ്റെ ഒപ്പം കൊട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ അല്ലേ? തുടർന്നുണ്ടായി. അതിനോടനുബന്ധിച്ചോ അല്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നാട്യസംഘത്തിന് ജോലി ആയതിനു ശേഷം പിന്നെ വിളിച്ചിട്ട് പോകാൻ പറ്റാണ്ടുള്ള ചില ഇതൊക്കെ ഉണ്ടായി. നമുക്ക് ട്രൂപ്പിന് കളി വരിക അതൊക്കെ ആയപ്പോൾ അച്ഛൻ മരുമകനെ ആശ്രയിക്കാൻ തുടങ്ങി. തൂതപ്രഹ്ലാദൻ അച്ഛൻ്റെ മരുമകൻ. ഒരു അസൂയ പോലെ പറയാണ്. അച്ഛന് ഒരു ചെറിയൊരു ചായ്വ് മരുമകനോടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മകനെ ഇഷ്ടമല്ല എന്നല്ല പറയണത്, മരുമകനെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം ഞാൻ അങ്ങനെ ആലോചിച്ച് പോയപ്പോൾ അതല്ല, മരുമകനല്ലേ എപ്പോഴും ഉണ്ടാവുക, അച്ഛൻ്റെ ഒപ്പം ഉണ്ടാവുക വെച്ചാൽ സത്യമാണേനും എങ്ങോട്ട് തിരിഞ്ഞാലും ഈ അനിയന് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് വിജയരാഘവനെ. ഈ അനിയൻ എന്നുള്ളത് വിജയരാഘവൻ എന്ന വ്യക്തിനെ പലരും വിളിക്കുന്ന പേരാണ്. അത്രയും അറിയുന്ന ആൾക്കാർ മാത്രമേ വിളിക്കുള്ളൂ, അനിയാന്ന് വിളിക്കില്ല, ഇല്ലെങ്കിൽ വിജയാന്നോ ഒക്കെ വിളിക്കുള്ളൂ. ഈ അച്ഛൻ്റെ തായമ്പകൾ ഒരു 5-8 ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്, എന്നാൽ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വൃത്തിയായിട്ട് കൊട്ടി എന്ന് തോന്നിയ ഒരു സ്ഥലം, ആ ദിവസത്തെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? അങ്ങനെ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് മനസ്സിന് ഉറപ്പായിട്ട് തോന്നിയത് ആദ്യത്തെ തായമ്പ തന്നെയാണ്. അപ്പം പിന്നെ അത് ഓർക്കണ്ടേ? ആ വർഷവും വർഷം ഓർത്തെടുക്കാൻ അച്ഛൻ്റെ വായിൽ നിന്ന് എന്താ വരിക എന്ന് പറയാൻ പേടി കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൊട്ട് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അദ്ദേഹത്തിൻ്റെ സംസാരം പോലെ തന്നെയാണ് കൊട്ടും. എന്താ കൊട്ട എപ്പോഴാണ് കൊട്ട എന്ന് പറയാൻ പറ്റില്ല. വെച്ചാൽ താളം പിടിച്ചിരിക്കാൻ പിന്നെ കുറേ താളം പിടിക്കാൻ കൊണ്ടുപോയി നോക്കി. അപ്പോൾ ഇപ്പോഴത്തെ തായമ്പ പോലല്ല പണ്ടത്തെ തായമ്പ. അച്ഛൻ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അവിടെ തന്നെ വളരെ ദേഷ്യം പെടുക മാത്രമല്ല, അത് പ്രകടിപ്പിക്കുകയും അത് പറയുകയും ആ അരങ്ങത്ത് തന്നെ ചെയ്യും. അതുപോലൊരു ഗുണം കിട്ടിയത് എൻ്റെ ആശാനും അതെ, കൃഷ്ണകുട്ടേശാനും അതെ. അദ്ദേഹം കൊട്ടണ പോലെ അല്ലെങ്കിലും അദ്ദേഹം അത് കഴിഞ്ഞ് വന്നാൽ അല്ലെങ്കിൽ ആ അരങ്ങത്ത് തന്നെ അത് പ്രകടിപ്പിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അറിയാം. അത് എനിക്ക് തോന്നുന്നു യഥാർത്ഥ കലാകാരന്മാരാണെന്നുണ്ടെങ്കിൽ, ശിഷ്യന്മാരെ നന്നായിട്ട് വളർത്തണം എന്നുള്ള കലാകാരന്മാരാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നോക്കി അവിടെ തന്നെ ശാസിച്ച് അവിടെ തന്നെ പറയണമെന്നാണ്. ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അത് ആ ഒരു ഓർമ്മ അത് പല്ലശന കളിക്കുകയാണ്. അത് ഇപ്പം മേളപ്പദം എങ്ങനെയാന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. മേളപ്പദം കുസുമജയ എന്ന് പറഞ്ഞൊരു പദമാണ്. അതിലത്തെ ആദ്യത്തെ കലാശം രണ്ടാമത്തെ കലാശം എനിക്ക് കൊട്ടാൻ പറ്റിയില്ല. അത് കുറച്ച് തെറ്റി.
അപ്പം ഞാൻ ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഒന്നാമത്തെ കൊല്ലം തന്നെയായിരുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് പോയി. സിംഗിൾ മേളപ്പതാണ്, ആരും സഹായിക്കേണ്ടാവില്ല. പല്ലശ്ശനിയിൽ അത് വളർന്നു വരുന്ന കുട്ടികൾക്ക് എപ്പോഴും ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു അവസരം കൊടുക്കൽ അവർ സ്ഥിരമാണ്. അപ്പോൾ അത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു, ആരും ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ച് മേളപ്പത്ത് കഴിഞ്ഞു, ചെണ്ട അവിടെ വെച്ചു. പുറത്തേക്ക് ഇങ്ങോട്ട് വന്ന ഉടനെ ഇങ്ങനെ നോക്കി, അപ്പോൾ ആശാൻ അവിടെ നിൽക്കണ്ടേ. പിന്നെ ഒരു ശബ്ദം മാത്രമേ കിഴക്കിൽ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എന്നെ ഇഷ്ടം കൊണ്ടാണോ അല്ലെങ്കിൽ ആശാൻ്റെ നിവൃത്തികേടാണോ അറിയില്ല, ആശാനെ കുറേ ആൾക്കാർ വന്ന് പിടിച്ചു. ഇതെന്താ സംഭവം എന്നറിയില്ലല്ലോ. അപ്പോഴാണ് ആശാൻ പറഞ്ഞത് അയാളുടെ തെറ്റി, അതുകൊണ്ടാണ് ശിക്ഷ. അപ്പോഴേക്കും ആൾക്കാരെ കൈ വിട്ടു, സമാധാനമായി. അപ്പോൾ എന്നിട്ട് ആശാൻ അവിടുത്തെ ഭയങ്കര ദേഷ്യമായിരുന്നു. തിരിച്ച് ആശാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ തെറ്റാൻ പാടില്ല, വളരെയധികം ശ്രദ്ധിക്കണം. എന്ത് കൊട്ടുമ്പോഴും, നീ കളിക്കൊട്ടുന്നല്ല, തായമ്പക എന്നല്ല, കേളി എന്നല്ല, എന്ത് കൊട്ടുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിച്ച് കൊട്ടണം. നീ കളിക്ക് കൊട്ടുകയാണെങ്കിൽ വേഷക്കാരെന്ത് ചെയ്യണോ അത് നമ്മുടെ ധർമ്മമാണ്, നമ്മളത് ചെയ്തിരിക്കണം. നീ ചെയ്യണ്ടെന്ന് പറയാനൊക്കെ ആൾക്കാരുണ്ടാവും, നമ്മളത് ചെയ്തിരിക്കുന്നത് ആശാൻ്റെ നിയമമാണ്. അതും ഇന്ന് ഞാൻ ഇതേവരെ ഈ നിമിഷം വരെ കൊണ്ട് നടക്കും. ആശാൻ്റെ കൂടെ മേളപ്പദം കൊട്ടിയിട്ടു? ആശാൻ്റെ കൂടെ മേളപ്പദം കൊട്ടിയിട്ടില്ല. കോട്ടയ്ക്കൽ ഏറ്റവും കൂടുതൽ മേളപ്പദം കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടിയിരിക്കുന്നത്? ഞാൻ അധികം കൊട്ടിയത്, ആദ്യം മേളപ്പദം ഡബിൾ കൊട്ടിയത് എവിടെ വെച്ചാൽ കൊടുമുടിക്കാവിൽ ഒരു വാസു നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിക്കാണ്. ഏത് വർഷം എന്ന് ഓർമ്മ? അല്ല, അത് വളരെ ഈ അരങ്ങേറ്റം കഴിഞ്ഞ് ഏകദേശം, അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കലേക്ക് വന്ന വർഷം എന്ന് പറയുന്നത് 92 അല്ലേ? ആ വർഷത്തിലാണ്. അപ്പം അത് കഴിഞ്ഞ് അരങ്ങേറ്റം കഴിഞ്ഞ് ഫസ്റ്റ് കൊല്ലത്തിലാണ് മേളപ്പദം. അതിൽ വലിയ വലിയ ആൾക്കാരൊക്കെയാണ്, നമ്മുടെ ചോനാട് കേശവദേവ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അന്ന് കാണുന്നത്. ചന്ദ്രശേഖരാശാണ്ട് അന്ന് കളിക്ക്, കൃഷ്ണകുട്ടി ആശാണ്ട്, കോട്ടയ്ക്ക് കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ എന്താ സംസാരിക്കണമെന്ന് അറിയില്ല, നമ്മൾ തിരിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആരെയാണ് മേളപ്പദം വേണ്ടത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, അപ്പോൾ അച്ഛനും ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണാശാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വിജയൻ്റെയും ശ്രീകാന്തിൻ്റെയും കൂടിയിട്ടാണ് മേളപ്പദം വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് പരിഭവമായി. എന്താ വെച്ചാൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം നേരത്തെ ഒരു ഹിൻ്റ് തന്നു, അതുകൊണ്ട് നമുക്കത് നോക്കാൻ പറ്റി. ഞാൻ ശ്രീകാന്ത്, കലാവണ്ണം ശ്രീകാന്ത് മാവേലിക്കര അദ്ദേഹമാണ്. പിന്നെ ആര് കൊട്ടണമെന്നായി. അപ്പോൾ അത് വിജയൻ തന്നെയാണ് രണ്ടാമത്. അപ്പോൾ അതങ്ങനെയായി. അങ്ങനെ മേളപ്പദം കഴിഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ട്, ഭംഗിയായി നമുക്കറിയില്ല. കാരണം ആദ്യത്തെ രണ്ടാമത്തെയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ല. അതിലേക്ക് എന്താ കൊട്ടാളെന്ന് വെച്ചാൽ അത് മാത്രം ഇങ്ങോട്ട് കൊട്ടിപ്പോരുക എന്നുള്ളൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഒരു 3-4 മേളപ്പദം നമുക്ക് അതിൽ മാറ്റാൻ വരുത്താനൊന്നും അറിയില്ല. അന്ന് ഗംഭീരമായി എന്ന് പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ കൊട്ടിയത് പനമണ്ണ ശശിയേട്ടൻ്റെ ഒപ്പമാണ്, പിന്നെ പ്രസാദേട്ടൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് ഞാനും മനീഷും, ഞാനും ഗോവിന്ദും, അങ്ങനെ അനവധി. പിന്നെ എൻ്റെ മീത അനവധി ആൾക്കാരൊപ്പം കൊട്ടിയിട്ടുണ്ട്. ബലരാമാശാൻ, ഉണ്ണികൃഷ്ണാശാൻ, കുറൂർ വാസുനമ്പൂരി ആശാൻ, അങ്ങനെ ആൾക്കാരെ പല ആൾക്കാരൊപ്പം കൊട്ടാനുള്ള ഭാഗ്യം അതൊന്നും എനിക്കുണ്ടായിട്ട്, ഒന്നും രണ്ടല്ല, അനവധി തവണ. ഇപ്പോൾ തായമ്പക, കഥകളി മേളം, ഇതിൽ രണ്ടിലും ഞാൻ ഈ വഴിക്കാണ് പോണത്, അല്ലെങ്കിൽ തായമ്പകയിൽ ഈ വഴിക്കാണ് പോണത് എന്നൊരു നിഷ്കർഷം നമ്മളെല്ലാവരും ഉള്ളിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ആ വഴിയെക്കുറിച്ച് അങ്ങനെ വെച്ചാൽ എനിക്ക് ഇന്ന സങ്കല്പങ്ങൾ ഉണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാം. എനിക്ക് നാട്ടുസംഘത്തിൽ വന്നിട്ട് അരങ്ങേറ്റം കഴിഞ്ഞു, ഒരു 4 വർഷം കഴിഞ്ഞു, ഒരു 8 വർഷം കഴിഞ്ഞു. അപ്പോഴും അങ്ങോട്ട് നമുക്ക് പറ്റുമോ പറ്റില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് പനമണ്ണ ശശിയേട്ടൻ ഞാൻ റിസൈൻ ചെയ്ത് പോവാണ്. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും പറഞ്ഞു നോക്കി. അപ്പോൾ അദ്ദേഹം പോവുകയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു, ശശിയേട്ട പോകരുത്, ഇവിടെ വേണം. അല്ല അനിയ, എനിക്കത് ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് താല്പര്യമാണ് ഇഷ്ടം. അദ്ദേഹം അവിടെ പോയോടുകൂടി ഞാൻ രണ്ടാമത്തെ ചെണ്ടക്കാരിലേക്ക് ആയിട്ട് അങ്ങോട്ട് കയറിയ ഉടനെയാണ് അപ്പോൾ അങ്ങനെ കുറേശ്ശെ കൊട്ടാനുള്ള അവസരം. ഇപ്പോൾ ആദ്യവസാന വേഷത്തിനും പിന്നെ അവസാന രംഗം, ഇപ്പോൾ ദക്ഷയാഗായാലും ദുര്യോധനവധായാലും കിരാതായാലും ഒക്കെ ഞാൻ തന്നെ. അങ്ങനെ കൊട്ടി ഇങ്ങനെ ഇതായപ്പോൾ എനിക്ക് തോന്നി ഇതന്നെയാണ് എൻ്റെ വഴി. കഥകളി എന്ന് പറഞ്ഞത് ഇത് ഒന്നും കൊട്ടാനൊന്നും കിട്ടാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പല അരങ്ങുകളിലും പോയിട്ട് വെറുതെ ഇരുന്നിട്ടുണ്ട്. ഒരു ഇടയ്ക്ക പോലും ഇല്ലാത്ത അരങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. എന്താ രാജസൂയം, കിരാതമാണ്, പുറപ്പാട് മേളപ്പദം, കൃഷ്ണകുട്ടേശാണ്ട്, പ്രസാദേട്ടൻ, ശശിയേട്ടൻ, ഞാനും.
അങ്ങനെ അവിടെ പോയിട്ട് ഒരു ഇടയ്ക്ക പോലും എന്നാൽ സന്ധ്യയ്ക്കൊരു കേളിയുണ്ട് 6 മണിക്കാണ്. കേളി ഇവിടെ ആവശ്യമില്ല, ഇവിടെ വേറെ ചടങ്ങുകളുണ്ട്, കേളി വേണ്ട. അപ്പോൾ കേളിയില്ല. അങ്ങനെ പോയിട്ട് ഈ മാങ്ങോട്ടുകാവാണ് ആ സ്ഥലം എപ്പോഴും മറക്കില്ല. കൊല്ലം ഓർമ്മയില്ല, അന്നേരം സ്ഥലം മറക്കില്ല. കോങ്ങാടെത്തുന്നതിൻ്റെ മുമ്പ് ഒരു അമ്പലമുണ്ട് ആ റോഡ് സൈഡിൽ. ആ അമ്പലത്തിലാണ്, അതും മറക്കില്ല. അപ്പോൾ അങ്ങനെ ധാരാളം, അതാണ് ഈ മനസ്സ് മരവിപ്പിക്കാനുള്ള കാരണം. ഒന്നും കൊട്ടാതെ കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശശിയേട്ടൻ്റെ പോക്കും നമുക്കുള്ള കൊട്ടാനുള്ള ചാൻസും നല്ല അവസരങ്ങളും കൊട്ടാൻ നല്ല നല്ല വേഷക്കാരും ഉള്ളപ്പോൾ നമ്മളെന്തിന് കഥകളിക്ക് കൊട്ടാണ്ടിരിക്കുക? നമ്മുടെ ഫീൽഡ് കഥകളിയാണെന്ന് ഞാൻ അന്ന് മുതൽക്ക് തിരഞ്ഞെടുത്തു. ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി എവിടെ കളിക്ക് വിളിച്ചാലും ട്രൂപ്പിന് കളിയില്ലെങ്കിൽ വിജയൻ അവിടെ എത്തിയിരിക്കും, അല്ലെങ്കിൽ അനിയൻ അവിടെ എത്തിയിരിക്കും. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കൊട്ടാണ് നമ്മൾ. പിന്നെ ഈ തായമ്പക വിട്ടുവോ അതിൻ്റെ ഇടയിൽ കൂടെ? തായമ്പ വിട്ടില്ല, തായമ്പ വിടാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് എങ്ങനെ തായമ്പ കൊട്ടുന്നൊക്കെ നോക്കി നടക്കും. പക്ഷെ 6-7 തായമ്പക ഞാൻ ഒരു വർഷത്തിൽ എങ്ങനെയും കൊട്ടും, മാക്സിമം 10 എണ്ണം. അതായത് അച്ഛൻ്റെ ഒരു അടിയന്തര സ്ഥലമുണ്ട് ഇവിടെ, തവനൂർ പാപ്പനിക്കാവ് എന്ന് പറയും. ഒരു തവണ അവിടെ കളിക്ക് പോയതാണ്. അപ്പം ഞാൻ കമ്മിറ്റിക്കാരെന്ന് ഞാൻ അറിയില്ല. അപ്പോൾ അവരെങ്ങനെയോ അറിഞ്ഞു പൂക്കാട്ടിയുടെ മകനാണ്. അപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ കളി കഴിഞ്ഞപ്പോൾ കാണാൻ വന്നു. അപ്പോൾ വിജയ് ആരോ കാണാൻ വന്നിട്ടുണ്ട്. അപ്പം എന്തേ, പൂക്കാട്ടിയുടെ മകനല്ലേ? അതെ. എവിടെ താമസം? കോട്ടയ്ക്കലാണ്. അതറിഞ്ഞു, പേര് വായിക്കണുണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് വിശദമായിട്ടൊന്ന് കാണണം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഞാൻ അങ്ങോട്ട് വരാം എന്നാൽ ഒഴിവുള്ള ദിവസം പറഞ്ഞോളൂ. അങ്ങനെ തവനൂർ അമ്പലത്തിന് മനക്കിലെത്തിയപ്പോൾ AMC നമ്പൂരിപ്പാട്ടുണ്ട്. അദ്ദേഹം അടുത്ത് വലിയ അപ്പളത്തെ നോക്കി നടക്കണതാണ്. അദ്ദേഹം പറഞ്ഞു, അടുത്ത മകരച്ചൊവ്വ മുതൽക്ക് ഇവിടെ വിജയം നടത്തണം. ഇവിടെ പൂക്കാട്ടിക്കാർ അടിയന്തരാണ്. അപ്പോൾ ഇപ്പോൾ നടത്തുന്നത് തുപ്രകോട് പരമേശ്വരന്മാരാണ്, അല്ലെങ്കിൽ ഈയിടെ മരിച്ച അപ്പുട്ടേട്ടനാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവുക? അവരല്ലേ നടത്തണേ? അല്ല, ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തിട്ടാണ് അവർ ഇവിടെ വന്ന് നടത്തുന്നത്. ഇത് പൂക്കാട്ടിക്കാരെ നിർബന്ധമായിട്ട് നടത്തണം. അവർക്ക് വല്ല ദേഷ്യം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വെച്ചു. ഒരു കുഴപ്പമില്ല, അതിന് വിജയം ഒന്നും പറയേണ്ട, ഞങ്ങൾ അദ്ദേഹത്തിന് പോയി സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം സംസാരിച്ച് തിരിച്ചു വന്നു. അപ്പോൾ വിജയൻ അന്നത്തെ ദിവസം പാട്ടും അന്നത്തെ ദിവസത്തെ വിശേഷം ഇവിടെ കരാറെടുക്കണം. ഒരു 15 വർഷമായിട്ട് ഈ കരാറ് എല്ലാ കൊല്ലവും ഞാൻ തന്നെ നടത്താണ്. അപ്പോൾ അവിടെ ഡബിൾ തായമ്പ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊഴിയാം, വേറെ ആരെങ്കിലും. അത് പറ്റില്ല, വിജയരാഘവ പൊതുവാൾ ഇവിടെ കൊട്ടണം. പിന്നെ ഒപ്പം ആരാച്ച വിജയന് താല്പര്യമുള്ള ആൾ, അല്ലെങ്കിൽ പറ്റിയ ആൾ, മീത വേണമെങ്കിൽ മീതയാവും, താഴെ വേണമെങ്കിൽ താഴെയാവും. ആ തായമ്പ ഇക്കൊല്ലം വരെ അതേപോലെ നടത്തി വരും. വളരെ സന്തോഷം. അച്ഛൻ്റെ കരാർ ഒറ്റ കരാറിനെ ഉള്ളൂ. അച്ഛൻ്റെ തായമ്പക മുഴുവനായിട്ട് കേട്ടിട്ടുണ്ട്. മുഴുവനായിട്ട് അച്ഛൻ്റെ തായമ്പക പിന്തുടർന്നിട്ടാണ് കൊട്ടണത്. അങ്ങനെ മുഴുവനായിട്ട് കൊട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. വെച്ചാൽ കുറച്ചൊക്കെ എൻ്റേതായ വഴികളുണ്ട്. പക്ഷെ അച്ഛൻ്റെ എണ്ണങ്ങൾ അതിലുണ്ട്. അച്ഛൻ്റെ ഒരു വിളംബകാലത്തിൽ ഒരു ഗഗണ്ണണ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഇന്നും ഞാൻ അത് കൊട്ടുണ്ട്. അത് കടന്നിട്ടേ ഞാൻ അപ്പുറത്തേക്ക് പോകാറുള്ളൂ. അത് കോട്ടക്കൽ പഠിക്കുന്ന കാലത്തല്ല കേട്ടോ. അപ്പോൾ ആശാൻ കൃഷ്ണകുടേശാനൊക്കെ മാറിയതിന് ശേഷമാണ് ഞാൻ അങ്ങനത്തെ താഴ്വയൊക്കെ കൊട്ടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ആശാൻ ചിലപ്പം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെയും കേൾക്കല്ല, അതിന് മറുപടി അല്ല ഉണ്ടാവുക, അതിന് വേറെ ഇതുണ്ടാവുക. അതുകൊണ്ട് ആശാൻ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഒരു ശൈലി, ഇപ്പോൾ അച്ഛൻ്റെ തായമ്പക കേൾക്കാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴത്തെ തലമുറയിലുണ്ട്. കാരണം അന്ന് റെക്കോർഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിൽ വളരെ 1-2 തായമ്പകൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ അതല്ലാതെ ഒരുപാട് നല്ല തായമ്പകൾ കേൾവിക്കാർ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവും. പക്ഷേ നമ്മൾക്കൊന്നും അതിനുള്ള, പക്ഷെ അച്ഛൻ്റെ പാരമ്പര്യം അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു തായമ്പക കൊട്ടാൻ പറഞ്ഞാൽ കൊട്ടില്ലേ? സംശയം എന്താ? തീർച്ചയായിട്ടും എനിക്കത് കൊട്ടാൻ പറ്റില്ല. അത്രേ വേണ്ടുള്ളൂ നമുക്ക് ആ പാരമ്പര്യം. പക്ഷേ എന്താ വെച്ചാൽ അച്ഛൻ്റെ തായമ്പക അല്ലെങ്കിൽ അച്ഛൻ കൊട്ടിയിരുന്ന കാലത്ത് വെറും വിരലിൽ എണ്ണാവുന്ന അത്ര തായമ്പക്കാരേ ഉള്ളൂ. ഇപ്പം അതല്ല, അനവധി തായമ്പക്കാരുണ്ട്. ചിലപ്പോൾ പേര് പറയാൻ കിട്ടാത്ത അത്ര ആൾക്കാരെ തായമ്പകുണ്ട്.